പ്രതിപക്ഷ നേതാവിന് എന്തു പറ്റിയെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. 2024 ജൂലൈ 30 ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഞാൻ ഏതോ ഒരു വാർത്തയിൽ കണ്ടു, ആ 4 മന്ത്രിസഭാ അംഗങ്ങൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആരാണ് അദ്ദേഹത്തെ ഈ തെറ്റായ കാര്യം പറയാൻ പഠിപ്പിക്കുന്നത്? ഒന്ന്, മന്ത്രിസഭയുടെ സബ് കമ്മിറ്റി ഉണ്ടാക്കിയത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനാണ്. 2024 ഓഗസ്റ്റ് 25 അവിടുത്തെ ക്യാമ്പുകളിലുള്ള മുഴുവൻ ആളുകളെയും പുനരധിവസിക്കും വരെ താമസിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അത് കഴിഞ്ഞ് അവിടുത്തെ വീടിൻ്റെ നിർമ്മാണം കഴിയുന്നത് വരെ എല്ലാ മാസവും കൃത്യമായി പോയി അതിൻ്റെ റിവ്യൂ എടുത്ത് മീറ്റിംഗ് നടത്തി നേരിട്ട് പോയി പരിശോധിച്ച് അതിൻ്റെ പിന്നാലെ ഞങ്ങൾ നിൽക്കുകയാണ്. അരിയത്ര എന്ന് ചോദിച്ചതിന് പയറഞ്ഞാഴി എന്ന് മറുപടി പറഞ്ഞിട്ട് എന്താ കാര്യം? ആദ്യം കേരളത്തിലെ കോൺഗ്രസ് ഒറ്റ കാര്യത്തിന് മറുപടി പറയട്ടെ, ഞങ്ങളോടൊന്നും പറയണ്ട. ഒറ്റ കാര്യത്തിന് നിങ്ങൾ എത്ര പണം പിരിച്ചു? ചൂരൽമലയിലെ പാവപ്പെട്ട മനുഷ്യന് വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് പിരിച്ച കാശെത്ര? അതങ്ങ് പറ. നിങ്ങൾ വീട് വെച്ചു കൊടുക്കാത്തത് പോട്ടെ, കോൺഗ്രസ് പിരിച്ച കാശെത്ര? രണ്ടാമത് നിങ്ങൾ പറ, ഏത് യോഗത്തിൽ വെച്ചാണ്, ഏത് രേഖ തന്നിട്ടാണ് അവിടെ വീട് പണിയാൻ നിങ്ങൾ ആവശ്യപ്പെട്ടത്? ആ രേഖയുടെ കോപ്പി ഹാജരാകട്ടെ, അല്ലെങ്കിൽ ആ യോഗം പറയട്ടെ. 2024 ഡിസംബർ മാസത്തിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും ബന്ധപ്പെട്ട MLAയും അടക്കം 100 വീടിന് മുകളിൽ പണിയുന്നവരുടെ യോഗം നടത്തിയപ്പോൾ 5 സെന്റ് സ്ഥലം, 25 ലക്ഷം രൂപ പണിയാൻ, ഒരുമിച്ചു പണി, ഒരു ഏജൻസി, ഇതെല്ലാം ചർച്ച ചെയ്തപ്പോൾ 2 വിഷയമല്ലേ അവിടെ വന്നുള്ളൂ. ഒന്ന്, 5 സെന്റ് വർദ്ധിപ്പിക്കണം, 25 ലക്ഷം കുറയ്ക്കണം. 5 സെന്റ് വർദ്ധിപ്പിച്ച് 7 സെന്റാക്കി, 25 ലക്ഷം കുറച്ച് 20 ലക്ഷമാക്കി. പ്രതിപക്ഷ നേതാവ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കർണാടക ഗവൺമെൻറ് 100 വീട് തന്നു. എവിടെ 100 വീട് തന്നു? കർണാടക ഗവൺമെൻറ് 10 കോടി രൂപ തന്നു, അതുകൊണ്ട് 50 വീട് വയ്ക്കാം. തെറ്റി പറയണ്ട, മാറ്റി പറഞ്ഞോ, 50 വീട് വയ്ക്കാം. അതിനു പകരം എത്രയോ പണം കേരളം വിവിധ സംസ്ഥാനങ്ങളിൽ ദുരന്തമുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിന് ദുരന്തം വന്നപ്പോൾ തന്നിട്ടുണ്ട്. അത് 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലാണ്. കോൺഗ്രസും കോൺഗ്രസിൻ്റെ ബഹുജന സംഘടനകളും ചൂരൽമലയ്ക്ക് വേണ്ടി പിരിച്ച കാശിൻ്റെ കണക്ക് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നില്ല. അതിന് മറുപടി പറയുന്നതിന് പകരം ഞങ്ങൾ മന്ത്രിമാരെയും ഗവൺമെൻറ്റിനെയും ആക്രമിക്കാൻ തുനിയുന്നത് ഒരു രാഷ്ട്രീയ പാപ്പരത്വമാണ്. ചൂരൽമലയിലെ ജനങ്ങളോട് നീതി നിങ്ങൾ നടപ്പിലാക്കണം. 3.5 ഏക്കർ സ്ഥലത്ത് 100 വീട് പണിയും എന്ന് പറഞ്ഞാൽ ഒരു വീടിന് വഴിയടക്കം നിങ്ങൾ എത്ര സെന്റ് സ്ഥലം കണ്ടിട്ടുണ്ട് എന്നുള്ളതിൽ തന്നെ അത്ഭുതം. ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ പണിതാൽ മതി, അതൊക്കെ ജനങ്ങൾ പിന്നെ വിലക്കെടുത്തോളും. പക്ഷേ നിങ്ങൾ പിരിച്ച കാശ് എത്ര എന്ന് ജനങ്ങളോട് പറയേണ്ടി വരും. അതല്ലെങ്കിൽ ജനങ്ങളുടെ കോടതിയിൽ അവർ ചോദിച്ചോളും. ഞങ്ങളവിടെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടുത്തെ ജനങ്ങൾക്കറിയാം. ആ എസ്റ്റേറ്റിലെ പിഴുതെടുത്ത മണൽ തരികൾക്ക് പോലും